സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായി ഗുരുതരമായ ആരോപണം. നടി വിൻസി അലോഷ്യസ് ആണ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ അത് അഭിപ്രായം പ്രകടിപ്പിച്ചത്. വലിയ വാർത്തയായി. ഒരു നടി കൃത്യമായി മുന്നോട്ട് വന്ന് സിനിമാ സെറ്റിലെ ഡ്രഗ്സ് അടിക്കുന്നു അല്ലെങ്കിൽ ലഹരിയിൽ വരുന്ന ആൾക്കാരുണ്ട് എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ എന്ന നടൻ ഇവരോട് വളരെ ഡ്രഗ്സ് അടിച്ചിട്ട് വളരെ മോശമായി പെരുമാറി. സൂത്രവാക്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അവർ ഡ്രസ്സ് എന്തോ മാറാൻ പോയപ്പോൾ കൂടെ വരാം, ഡ്രസ്സ് മാറാൻ സഹായിക്കാം, അതൊക്കെ സ്റ്റോക്കിങ്ങും ഒയൂറിസവുമാണ്. അതുതന്നെയല്ല, അവരോട് മോശമായി പെരുമാറി. ആ സമയത്ത് അയാൾ വായിലോട്ട് വെളുത്ത കളറിലുള്ള ഏതോ പൊടി ഇട്ട് വായിട്ട് ചവച്ചിട്ട് അത് തുപ്പിക്കളഞ്ഞു എന്നും പറയുന്നുണ്ട്. അയാൾ ഡ്രഗ്സ് അടിക്കുന്ന ആളാണെന്ന് മലയാള സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം അറിയാം. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായി 2015 ഒരു കേസ് എറണാകുളത്ത് എടുത്തിട്ടുണ്ട്. 3 പെൺകുട്ടികൾ അയാളുടെ വസതിയിൽ നിന്ന് പിടിച്ചു. അവരെ ഇന്ന് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ആ കേസ് അതിശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ പോലീസ് അതിനകത്ത് മായം ചേർത്തെന്ന് തന്നെ പറയാം. കോടതി പോലീസിനെ അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതിനകത്ത് ടെക്നിക്കലായിട്ട് ചില തെറ്റുകൾ പോലീസിന് പറ്റി. ഈ പെൺകുട്ടികളെയും ഇയാളെയും പോലീസ് പിടിക്കുമ്പോൾ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം വേണം. സ്ത്രീജനങ്ങളായതുകൊണ്ട് ഒരു ഫീമെയിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. പക്ഷേ ഒരു മെയിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി. അത് ഒരു മാൻഡേറ്ററി ആണ് എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ഗസറ്റഡ് ഓഫീസർ സാന്നിധ്യം വേണം. പെൺകുട്ടികളാണെങ്കിൽ മറ്റാരോപണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫീമെയിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം പറയുന്നത് തന്നെ. പക്ഷേ ആ കേസിൻ്റെ പ്രോസിക്യൂഷൻ 2024-25 കാലഘട്ടത്തിൽ അത് നടന്നു. പല സാക്ഷികളും കൂറുമാറി, മറുകണ്ഠം ചാടി. ആ കേസിനകത്ത് ചാർജ് ഷീറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പാകപ്പിഴ തന്നെയാണത്. ആരാണ് ചാർജ് ഷീറ്റ് കൊടുത്ത് അവർ കോടതിയിൽ വന്നിട്ട് പ്രോസിക്യൂഷന് സഹായിക്കണം. ഇങ്ങനെ പോലെയുള്ള ക്രിമിനലിനെ നമുക്ക് ശിക്ഷിപ്പിച്ച് അകത്താക്കുകയും വേണം. മലയാള സിനിമയിലെ പല സിനിമയിൽ ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇയാളെ താല്പര്യമാണ്. സിനിമയിലെ ഒരു നടനാകണമെന്നാണ് മിക്കവാറുള്ള കുട്ടികൾക്കൊക്കെ ആഗ്രഹം. അന്നിങ്ങനെയുള്ളവർക്ക് ഇയാൾ ഡ്രഗ്സ് അടിക്കുന്നവനാണ്, എന്നിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഡ്രഗ്സ് അടിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത്. ഇത് മുളയിലെ നുള്ളേണ്ട ഒരു ആവശ്യം തന്നെയായിരുന്നു. ഇയാളെ നേരത്തെ 2015 പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ഇയാളെ മറ്റൊരു നടനെ കൂടെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ അടുത്ത ദിവസമാണ് ആലപ്പുഴയിൽ ഏകദേശം 2,62,00,000 രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് അവിടെ ഒരു ലേഡിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് അവർ സപ്ലൈ ചെയ്യുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് പാസിക്കൊക്കെ ആണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല? ആ പ്രതി ഒരാളെ അയാളെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഡ്രഗ്സ് പിടിച്ചു. അതോടൊപ്പം തന്നെ അതിനുള്ള പണം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കാണ് ഈ സാധനം കൊണ്ടുവന്നത്. അപ്പോൾ അയാൾ പേയ്മെൻ്റ് ഉണ്ടായിരിക്കും. അത് മറ്റു പലരുടെയും പേരിലായിരിക്കും ആ പേയ്മെൻറ്റ്. ആ റൂട്ടൊന്ന് കറക്റ്റ് ആക്കിയിട്ട് എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി കേസ് വിട്ടാലും വിട്ടില്ലേലും ശരി, അടിയന്തരമായി ഈ കേസിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യണം. അതിന് അമാന്തം കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ വരുന്ന വാർത്ത, ഇയാളെ ഡാൻസ് ആപ്പ് എറണാകുളം കലൂരിലുള്ള ഡാൻസ് ആപ്പ് ടീം ഇയാൾ അവിടെ ഒരു ഹോട്ടലിലെ മുറി എടുത്തിട്ട് ഡ്രഗ്സ് അടിക്കുന്നുണ്ടെന്നുള്ള വിവരം അവർക്ക് ലഭിച്ചു. അവിടെ ഡ്രഗ്സ് സപ്ലൈ ചെയ്തു എന്ന് മനസ്സിലായി. കൊച്ചിയിലെ കലൂരിലുള്ള PGS വേദാന്ത ഹോട്ടലിലെ 306 നമ്പർ മുറിയിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. ഡാൻസ് ആപ്പ് ടീം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ മുറി തുറന്നില്ല. ഇയാൾക്ക് മനസ്സിലായി പിടി വീണെന്ന്. ഇയാൾ ജനലിൽ കൂടെ ഊർന്നിറങ്ങി ആ 3ാം നിലയിൽ നിന്ന് 2ാം നിലയുടെ ഷീറ്റിലിറങ്ങി ആ വഴി ആ 2ാം നിലയിൽ ചാടി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യം ക്യാമറ 1-ലും ക്യാമറ 2-ലും നമ്മൾ കണ്ടു മലയാളികൾ. അയാൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. അയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം.
ഡ്രഗ്സ് അടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2-3 മാസം വരെ ബ്ലഡിൽ അതിൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ട് അയാൾ ഡ്രഗ്സ് അടിക്കുന്നവനാണ്. അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അയാളുടെ കൈവശമുള്ള ഡ്രഗ്സ് എവിടെ കൊണ്ടുപോയി എന്ന് കണ്ടെത്തണം. അയാൾക്ക് ആരാണ് സപ്ലൈ ചെയ്തതെന്നുള്ള വിവരം എത്രയും പെട്ടെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ സൂത്രവാക്യം എന്ന സിനിമ ആ സെറ്റിൽ വെച്ചാണ് ഈ നടിയോട് വിൻസി അലോഷ്യസിനോട് മോശമായി ഇയാൾ പെരുമാറിയത്. അത് ഇന്ത്യൻ പീനൽ കോഡിലെ 354A മുതൽ ABCD വരെ ആ കുറ്റകൃത്യം ഇയാൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ ഒരു വകുപ്പിട്ട് ഇയാളെ ഒരു സോമോട്ടോ കേസ് ഇയാൾക്കെതിരായിട്ട് സൂത്രവാക്യം എവിടെയാണ് ഷൂട്ട് ചെയ്തത്, ആ ലൊക്കേഷനിലെ SHO അവിടുത്തെ സബ് ഇൻസ്പെക്ടർ സോമോട്ടോ ആയിട്ടൊരു കേസ് അടിയന്തരമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സോമോട്ടോ ആയിട്ട് കേസ് എടുക്കാനുള്ള അധികാരം അവിടുത്തെ സബ് ഇൻസ്പെക്ടർക്ക് ഉണ്ട്. അത് തന്നെയല്ല, കഴിഞ്ഞ ആഴ്ചയിൽ മുഖ്യമന്ത്രി 2 പ്രാവശ്യം രംഗത്ത് വന്നിരിക്കുന്നു. ലഹരിക്കെതിരായിട്ട് അദ്ദേഹം പോരാട്ടം തുടങ്ങി. 2 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ലഹരിക്കെതിരായിട്ടായിരുന്നു. സമയം ഒട്ടുമില്ലായിരുന്ന അദ്ദേഹത്തിന് ഈ 2 പ്രാവശ്യവും പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എതിരെയുള്ള സന്ദേശം അദ്ദേഹം കൊടുക്കുകയും ലഹരിക്കെതിരെ അതിശക്തമായ നടപടി എടുക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. ആ സൂത്രവാക്യത്തിൻ്റെ അവിടുത്തെ SHO സോമോട്ടോ ആയിട്ട് കേസെടുക്കണം. കാരണം അതിനുള്ള അധികാരം പുള്ളിക്കുണ്ട്. അത് തന്നെയല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആ നടി വിൻസി അവരുടെ അനുഭവകഥ പങ്കിട്ടു. ആ സോഷ്യൽ മീഡിയയിൽ അവരെ അവഹേളിച്ചുകൊണ്ട് ധാരാളം കമൻറ്റുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് സത്യം ഇനി വെളിയിലാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് അമ്മയിലെ അംഗമാണ് ഷൈൻ ടോം ചാക്കോ. അതേസമയത്ത് വിൻസി അമ്മയിലെ അംഗമല്ല. അതുകൊണ്ട് അമ്മ നടപടി എടുക്കണമെങ്കിൽ സോമോട്ടോ ആയിട്ട് അവരുടെ പരാതി സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അംഗമല്ല. ഇയാളെ പറ്റിയുള്ള വാർത്തകൾ, ഇയാളുടെ ഓട്ടോ എല്ലാം അവർ കണ്ടല്ലോ. സോമോട്ടോ ആയിട്ട് അമ്മ ഇയാൾക്കെതിരായിട്ട് നടപടി എടുത്തിട്ട് ഇയാൾക്ക് അതിനൊരു കമ്മിറ്റി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. വിനു മോഹനും സരയും അൻസിബ ഹസൻ എന്ന അവർ 3 പേരുമാണ് ഈ കേസിന് അന്വേഷണ കമ്മീഷനിൽ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും കമ്മീഷൻ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഒരു 2-3 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുത്ത് ഇയാളെ അമ്മയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കുക. രണ്ടാമത് പോലീസ് സോമോട്ടോ ആയിട്ട് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുക. ഇയാൾ ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ്, അതിനകത്ത് 2,62,00,000 ഹൈബ്രിഡ് കഞ്ചാവ് ഇയാൾക്ക് വാങ്ങാനുള്ള ഹോൾസെയിൽ കച്ചവടക്കാരനായിട്ട് അയാൾ മാറി. അതുകൊണ്ട് ആ എക്സൈസിൻ്റെ കേസ് പോലീസിന് വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. കാരണം ഇപ്പോൾ എക്സൈസിന് അതിന് ഭയമാണെങ്കിൽ പോലീസിന് വേണമെങ്കിൽ എക്സൈസിലെ കേസ് ട്രാൻസ്ഫർ ചെയ്യാം. DGP റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ സ്പെഷ്യൽ ഏജൻസികളാണ്, എല്ലാം പോലീസ് ചെയ്യേണ്ട വർക്കാണ്. പോലീസിന് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഏജൻസി എല്ലാം രംഗത്ത് വന്നത്. അതുകൊണ്ട് ആ കേസ് എക്സൈസ് മാത്രം ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് DGP റിക്വസ്റ്റ് ചെയ്ത കേസ് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇവയാളെ ആ കേസിലേക്ക് തന്നെ അറസ്റ്റ് ചെയ്യാം. 2,62,00,000 ഒരു ഹൈബ്രിഡ് കഞ്ചാവാണ് അയാൾ അത് സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് തന്നെയല്ല, ആ ലേഡി 14 ഭാഷ സംസാരിക്കുന്ന ലേഡിയാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ലേഡിയാണ്. അവർക്കിപ്പം ഈ ലഹരി കച്ചവടമാണ്. അവരുടെ ഡ്രൈവറേയും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, പോലീസിന് ആ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിപ്പിക്കാൻ സാധിക്കും. കാരണം സിനിമാ രംഗത്ത് ഇത് സപ്ലൈ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആ ലേഡി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിന് നല്ല തക്കതായ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് വേണം. അതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ DGP അവരോട് റിക്വസ്റ്റ് ചെയ്ത് ആ കേസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. കൺസേൺഡായ ക്രൈം ബ്രാഞ്ചിലെ ഏതെങ്കിലും ഒരു SP അത് അന്വേഷിച്ചിട്ട് ഇയാളെ എന്നേക്കുമായി മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കണം, ഇയാളെ ശിക്ഷിപ്പിക്കണം. കഴിവുണ്ടെങ്കിൽ ആ കേസ് കിട്ടിയാൽ ഒരു 20 വർഷം ഇയാളെ അകത്തിട്ട്, ഇയാൾക്കിപ്പം 40-40 വയസ്സായെന്ന് എനിക്ക് തോന്നുന്നത്, 10-60 വയസ്സ് വരെ അവിടെ കിടന്നോളും. അതുകൊണ്ട് കാരണം കൂടുതൽ 2 കോടി അല്ലെങ്കിൽ 62,00,000 ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് NDPS ആക്റ്റിൽ. അതുകൊണ്ട് ആ നടപടിയിലേക്ക് നീങ്ങണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പോലീസ് ആ കേസ് ടേക്ക് ഓവർ ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.